നിങ്ങൾക്കിതറിയാമോ? ഒരു ദിവസം ഒരു പുതിയ അറിവ്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സജീഷ് മുരായിൽ. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മൊബൈലിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഐക്കൺസ്, ഈ കാണുന്ന ഐക്കൺസ് എല്ലാം എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. പലർക്കും അറിയുന്നതായിരിക്കാം, എങ്കിലും അറിയാത്തവർക്കായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇതിൽ ഇത്രയും സ്പേസ്, ഈ ഭാഗത്ത് വരുമ്പോൾ ഇത്രയും സ്പേസ് എല്ലാം ഇതിലുണ്ട്. ഇവിടെ കുറച്ച് ഇതുപോലെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ ആകെ 5 ആപ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇനി അടുത്തതായി നോക്കുമ്പോൾ ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഐക്കൺസുകൾ ഓരോ ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഐക്കൺ ഇപ്പോൾ ഇതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐക്കണെ മാത്രമാണ് അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് ഓരോ പേജായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതായിരിക്കാം. ഇനി ഞാൻ പറയുന്നത് 10ഓളം വരുന്ന ആപ്പുകൾ നമുക്ക് എങ്ങനെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാം, ഗ്രൂപ്പായി കൊണ്ടുപോയി പ്ലേസ് ചെയ്യാമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഐക്കൺസിലെല്ലാം ടിക്ക് മാർക്ക് ഇടാനുള്ള ഓപ്ഷൻസ് വരും. നമുക്കതിലെല്ലാം ഇതുപോലെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഈ ഏതെങ്കിലും ഒരു ഐക്കണിൽ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ടിക്ക് മാർക്ക് വീണ ഐക്കൺസും ഒരുമിച്ചാവും. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് സിമ്പിളായി എവിടെയാണോ സ്പേസ് ഉള്ളത്, അപ്പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പായി എല്ലാം അവിടെ പ്ലേസായി. ഇതുപോലെ ഇവിടെ ഫ്രീ ആയി. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് കാണുന്ന ഈ 3 നമുക്കിതുപോലെ ലോങ് പ്രസ് ചെയ്ത് ആ ടിക്കുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഐക്കണിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ആ 3 നമ്മൾ കൂടെ പോരും. ക്ലിയറായോ? ഇനി ഇതിനെവിടെയാണ് നമുക്ക് സ്പേസ് ചെയ്യാം. ഇവിടെ ഒരു 3 ഐക്കണിനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു പേജ് നമുക്ക് സേവായി. ഈ ഒരു പേജ് നമുക്ക് സേവായി. ഇതുപോലെ ഓരോ പേജുകളും നമ്മൾ സേവ് ആക്കി കഴിഞ്ഞാൽ എല്ലാ ഐക്കൺസും റീഅറേഞ്ച്ഡായിട്ട് കിടക്കും. ഇതുപോലെ നിങ്ങൾ കൂടി